സാറേ നമ്മുടെ വീടിന്റെ വർക്ക് മെയിൻ്റെനൻസിന്റെ കാര്യം പറഞ്ഞല്ല പറഞ്ഞിരുന്നു. അപ്പൊ അത് നമ്മുടെ സുഹൃത്താണ് ഇത് വാസൂട്ടി. ചെല്ലപ്പനാശാരിയുടെ മോനാണ്. ഓ നമ്മുടെ ചെല്ലപ്പനാശാരി. ഈ വീട് നമ്മുടെ വീടിന്റെ പണിക്കെല്ലാം ആദ്യം ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ ആ വർക്കൊന്ന് അവന് കൊടുക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ചെയ്യും, കൂടെയും കുറെ ആളുകളൊക്കെ ഉണ്ട്. ആണോ? എത്ര പേരുണ്ട് പണിക്ക് കൂടെ? പണിക്ക് അങ്ങനെയല്ല, ഇപ്പൊ നമ്മുടെ ആവശ്യമുള്ള ആളുകളൊക്കെ വിളിക്കും. നിങ്ങൾ എങ്ങനെയാണ് തച്ചിനാണോ ചെയ്യുന്നത് അതോ കോൺട്രാക്ട് ആണോ ചെയ്യുന്നത്? രണ്ടിനും ചെയ്യാം, എന്ത് വേണേലും ചെയ്യാം സാറ്. എന്റെ താല്പര്യം എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. നന്നായിട്ട് ചെയ്യും, അല്ല കൊത്തുപണിയും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്. കൊത്തുപണി ആവശ്യം വരും. കുറച്ചൊക്കെ നമ്മുടെ പഴയ ഫർണിച്ചേഴ്സ് എല്ലാം ചീത്തയായിട്ടുണ്ട്. അതൊന്ന് ചെയ്യേണ്ടി വരും. കുറച്ചൊക്കെ ചെയ്യാം, അതൊക്കെ ചെയ്യാറ്. പിന്നെ വീട് കയറി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വീട് ഇങ്ങനെ പുറത്തുനിന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഉള്ള ഒരു കാഴ്ചയിൽ അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ, അകത്തേക്കൊന്നും കയറിയിട്ടില്ലല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ വീട്ടിലോട്ട് വിട്ടോ. ഞാൻ വീട്ടിൽ വിളിച്ച് പറയാം വൈഫിനെ. നിങ്ങൾ പോയിട്ട് എല്ലാം ഒന്ന് ചുറ്റി കാണും ഫുള്ള് നന്നായിട്ട്. കണ്ടതിന് ശേഷം ആ ആന്റിക് പീസുകളൊക്കെ ഉണ്ട്, അതൊക്കെ അതിൻ്റെ രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്യണം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, അതിൻ്റെ അകത്ത് എന്തെങ്കിലും തടിയുടെ ആവശ്യം വന്നാൽ പറമ്പിൽ തേക്ക് മീട്ടിയപ്പോൾ നിൽപ്പുണ്ട്, അത് മുറിച്ചെടുത്തു. നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഈ പച്ചമരത്തിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സമയം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അറുത്തെടുത്തിട്ട് ഉണങ്ങിയിട്ട് ചെയ്യാം. അതിന് സമയം കിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, എനിക്ക് കിട്ടിയ ഞാൻ എപ്പോഴാണ് ഓർത്തത്, എനിക്ക് കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട് വേറെ 2-3 അതിൽ ഇതിങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ തച്ചും നിങ്ങൾക്ക് എത്ര തടിയാവും എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ എനിക്കൊരു കൊട്ടേഷൻ തരും. ഇതിനൊരു കാര്യം ശ്രദ്ധിക്കണം. എനിക്ക് എല്ലാ കൊട്ടേഷൻ്റെ അകത്തും ഒരു പ്രാധാന്യമുണ്ട്. നിങ്ങൾ പൈസയൊന്നും അല്ല വിഷയം, നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റി. എനിക്ക് ആ പഴമ അങ്ങ് നിലനിർത്തുക. അത് ചെയ്യാം. അത് രീതി മാത്രം ഒന്ന് നോക്കിയാൽ. അതിനിപ്പോ മാത്രമേ ഉള്ളൂ സാറേ ഇവിടെ നമ്മുടെ പ്രദേശത്ത്. ചെല്ലപ്പനാച്ചിന്റെ മകനല്ലേ, അതിന്റെ കാണും. അദ്ദേഹത്തിന്റെ വർക്കുകളുണ്ട് അതിനകത്ത്. അദ്ദേഹം അന്ന് അവരുടെ കൂട്ടത്തിൽ പണിക്കുണ്ടായിരുന്ന. സാർ അപ്പൊ വൈഫിനെ വിളിച്ച് പറയൂ. ഞാൻ പറയാം. ഞങ്ങൾ ഇപ്പൊ തന്നെ ചെന്ന് വീട് നോക്കാം. കൊട്ടേഷനൊക്കെ ആണെങ്കിലും വർക്ക് വാസൂട്ടിക്ക് തന്നെ കൊടുക്കണേ. ഞാൻ പറഞ്ഞില്ലേ ചെല്ലപ്പനാച്ചിയുടെ മകനാണ്, ഞാൻ പരിഗണിക്കും. അത് മതി, നോക്കാം. ശരി, വലിയ എന്താ ഈ ബ്യൂട്ടിക്ക് ചുരിദാറൊക്കെ അതന്നെ. പക്ഷെ നല്ല സാധനങ്ങൾ, ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. അങ്ങനത്തെ കുറച്ച് പീസ് വെച്ച് നമ്മൾ കട ഒന്ന് അലങ്കരിച്ച് ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് ടൈലറിങ് ഷോപ്പുണ്ട്. ഒരു പെണ്ണിനെ ആ മ്യൂസിയം വെറുതെ കിടന്ന് തുരുമ്പ് പിടിക്കുക, ഒരു പെൺകുട്ടീനെ അവിടെ ഇരുത്തിയാൽ അത് ചുരിദാറും അടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നന്നായിട്ട് സാധനങ്ങൾ ചെലവാകും. പെൺകുട്ടീനെ ഇരുത്തണ നല്ലതാണ്. പരീക്ഷയ്ക്ക് സമയത്ത് കടയിൽ ചെല്ലാനും അത് തുറക്കാനും ഒക്കെ ഒരു ഉത്സാഹം ഉണ്ടാവും. നിജായിട്ട് തമാശ ഞാൻ പറഞ്ഞേ. എന്താ കടയിലൊന്നും പോയില്ലേ? എന്താ ഞാൻ മറ്റേ സൈമന്റെ വീട്ടിൽ പോയതല്ലേ? പോയി. ചായ കുടിക്കണ? ഏയ് ചായ വേണ്ട. കുടിച്ചോളൂ. ഞാൻ കുടിച്ചിട്ടില്ല. വേണ്ട, ഞാൻ പുറത്തുനിന്ന് കുടിച്ചോളൂ. വേണ്ടാണ്ട് വെച്ചേക്ക് കഴിച്ചോളൂ. വേണ്ടാന്ന്. അതെ, സൈമന്റെ അവിടെ പോയി. അല്ല, എന്നിട്ട് എന്ത് പറഞ്ഞു പണിയുടെ കാര്യം? അല്ല, പണിയുടെ കാര്യം ഇപ്പൊ എന്താ വെച്ചാല് കുറെ സംഗതികൾ നേരാക്കാണ്ട്, പിന്നെ ചിലതൊക്കെ പറ്റ കേടുവന്ന് പോയിട്ടുണ്ട്. അത് അതേപോലെ മാറ്റി പണിയണം. അപ്പൊ പണി എന്തായാലും നമുക്ക് നല്ല അത്യാവശ്യം ചെയ്യാനുള്ള പണിയുണ്ട്. തിരക്കില്ലത്. പക്ഷെ നീ പറഞ്ഞ പോലെ 1.5 ഉറുപ്പിയൊന്നും അല്ലത്. കണ്ടവാനം പണി വരും. അത് കൊട്ടേഷൻ കൊടുക്കാനല്ല പറഞ്ഞ, നീ കണക്ക് കൂട്ടിട്ട് പറ. കണക്കൂട്ടി എന്റെ ഏകദേശം ഒരു കാൽക്കുലേഷനിൽ ഒരു 5 ഉറുപ്പിയെങ്കിലും നമ്മൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും സംഗതി ഒക്കുള്ളൂ. 5 ലക്ഷം? 5 ലക്ഷം ഉറുപ്പിയ. അതെ. ഈ 5 ലക്ഷം രൂപ കിട്ടിയാല് നമുക്ക് എന്തെങ്കിലും തടയോ? നമുക്ക് തടയും, അതല്ലേ പറയണത്. അല്ല, 5 ഉറുപ്പിക്കുള്ള പണിയുണ്ട്. അപ്പൊ 5 രൂപയുടെ ഒരു കൊട്ടേഷൻ ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്ക്. അല്ല, പിന്നെ വേറെ കാര്യം ഞാൻ പറയട്ടെ. ഇപ്പൊ ഇജിപ്പോ 5 ലക്ഷം ഒരു കമ്മച്ച കണക്ക് പറഞ്ഞതാണോ? അങ്ങനെ പറയൂ. അല്ല, ഞാൻ പറഞ്ഞാണ്. കാരണം അതിലും കുറച്ചിട്ട് ആരെങ്കിലും പണി എടുക്കാന്ന് പറഞ്ഞാൽ അവര് ആ പണി അവർക്ക് കൊടുക്കും. അങ്ങനെയുണ്ട്. ശരിയാണ്, പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇനി വരണവര് ഇനി അവിടെ പണിയെടുക്കാൻ വരണവര് ഇവൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ചാർജ് അവിടെ പറഞ്ഞാലാണ് ഇവർക്ക് ആ പണി കിട്ടുള്ളൂ. വേറൊരു കാര്യം ചെയ്യാം നമുക്ക്. ഇപ്പൊ ഇവൻ 5 ലക്ഷം രൂപയാണല്ലോ നമ്മൾ വെക്കാൻ പോണത്. നമുക്ക് ഒരു 7 ലക്ഷത്തിന്റെ ഒരു 6 ലക്ഷത്തിന്റെ ഓരോ കൊട്ടേഷനും കൂടി ആരുടെയെങ്കിലും പേരിൽ നമുക്ക് തന്നെ അവിടെ വെക്കാം. ആര് കൊണ്ടു കൊടുക്കും? അത് നമുക്ക് ആരെ കൊണ്ടെങ്കിലും വെപ്പിച്ചൂടെ? അപ്പൊ ആളെ വിളിപ്പിച്ചാലോ? വിളിപ്പിക്കൊന്നുമില്ല, നമ്പറൊന്നും നല്ല വ്യക്തമായിട്ട് വെക്കണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിച്ച് വെച്ചാൽ മതി. റൈറ്റ് കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് അത് നമ്മളാണ് വെച്ചെന്ന് അറിയോ? ഇല്ലാന്ന് വേറെ പേരിലും അഡ്രസ്സില് ആളെ വിട്ട് വെപ്പിക്കാം. അപ്പൊ നമ്മുടെ 5 ഒരു 7ഉം ഒരു 6ഉം വെപ്പിക്കാം. അപ്പൊ കുറവ് നമ്മുടെ അല്ലേ? സംഗതി അയാള് ഇപ്പൊ നമുക്കിപ്പോ ഈ പണി കിട്ടുന്നവരുള്ള ഒരു സൂത്രപ്പണിയാണ്. നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആര് വെക്കും? ആരെങ്കിലും ഒരാളെ, എനിക്ക് വിശ്വാസമുള്ള ഒരാളെ. അതിനാളുണ്ടല്ലോ, എന്തിനാ പുറത്തു പോണ? നമുക്ക് ദൊരയില്ലേ? ആര്? ദൊരേ. എന്താ അതിനുള്ള വകതിരിവൊക്കെ അവനുണ്ടോ? ആർക്ക്? അവനാ.
ഇവന്റെ പെങ്ങളെ കൊണ്ടു നടക്കണവന് വകതിരിവില്ലെന്നാ